ഗൈസ് നമ്മളെ സാഗോ നമ്മൾ ഇടാണ്. സാഗോ മീൻസ് ചവ്വരിയാണ് കേട്ടോ. നമ്മൾ പായസത്തിലിടുന്ന ചവ്വരിയാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ചവരി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം വെള്ളത്തിട്ടിട്ട് നന്നായി ഒന്ന് കഴുകണം. എന്നിട്ട് ഇതിൽ നിന്ന് ഡ്രെയിൻ അല്ല ലൈറ്റായി ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കണം. 2 വട്ടം അല്ലേ എത്ര അമ്മയാണ് ഗൈസ് ചെയ്യുന്നത്. 2 വട്ടം ചെയ്തെടുക്കണം വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ. അതിന് ആവശ്യത്തിനുള്ള സാഗോ ഇടണം. ആവശ്യത്തിനുള്ള ചവരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി അതിനെ ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നോക്കിയോ, കണ്ടോ നമ്മൾ അകത്തത്തെ കിച്ചണിലാണ് കേട്ടോ. കണ്ടോ നമ്മൾ അകത്തത്തെ കിച്ചണിലാണ്. അമ്മൂമ്മ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ ഇപ്പോൾ കഴിച്ച് നമ്മൾ ഇതിനെ 10 മിനിറ്റ്സ് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കണം. കണ്ടോ നന്ന് കൊള്ളാല്ലേ. ചവരി ഇങ്ങനത്തെ ചെറിയ വെള്ള കളർ ചവരിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വയ്ക്കണം. അത് നമ്മൾ ഇനി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഈ ചൂടാക്കി ഒന്ന് എടുക്കണം. കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഏത് പാത്രത്തിലാണെങ്കിൽ അടച്ചു വെക്കണം. കണ്ടോ ഗ്യാസ് അങ്ങനെ നമ്മൾ കത്തിക്കാൻ പോണ്. കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്. ഇനി ഇത് വെന്ത് വരട്ടെ. ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് വൈറ്റ് കളറിലാണ് കിട്ടും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഗൈസ് നമ്മൾ അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാങ്ങ എടുക്കാം ഗൈസ്. മാങ്ങ ഗൈസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അമ്മ അകത്ത് മാങ്ങ എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് 10 മിനിറ്റ്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ല വാട്ടർ വെച്ച് റിൻസ് ചെയ്തെടുക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ ഇരിപ്പുണ്ട്. കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ്സ് ആവട്ടെ. ഗൈസ് മാങ്ങ കണ്ടോ ഇത്രയും അമ്മൂമ്മ കൊണ്ടുവന്ന മാങ്ങയുണ്ട്, ഒരു ആൻറ്റി കൊണ്ടുവന്ന മാങ്ങയുണ്ട്. കണ്ടോ ഇപ്പോൾ മാങ്ങ വെട്ടിക്കൊണ്ടിരിക്കണം. ഗൈസ് നമ്മളങ്ങനെ റൂമിൽ വന്നു. നമുക്ക് മാങ്ങ വെട്ടിപ്പിക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ അമ്മൂമ്മ. വാ. അപ്പോൾ ഗൈസ് മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ ഈ മാങ്ങ ഇനി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. ഓക്കെ അരിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് 10 മിനിറ്റ്സ് അല്ല 15 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ 5 മിനിറ്റ്സോ 6 മിനിറ്റ്സ് ആയി. ഗൈസ് നല്ല മാങ്ങയാണ് കേട്ടോ. ഇത് മാങ്ങാണ്ടി. അമ്മ മാങ്ങാണ്ടി എനിക്ക് കഴിക്കാമല്ല. അപ്പോൾ ഗൈസ് ഇത് മാങ്ങാണ്ടി നമുക്ക് കുനുനാന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇവിടെ അരിഞ്ഞു. ഗൈസ് മാംഗോ സീഡ് എടുപ്പുണ്ട്. അപ്പോൾ ഗൈസ് കഴിഞ്ഞ് നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഓഫായി. ഗൈസ് മാംഗോ സീഡ് ഞാൻ കഴിക്കാൻ പോണേ. കണ്ടാ അവിടെ കുനുനാൻ മേടിച്ചിരിക്കുന്നത്. ഗൈസ് ഇവിടെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാങ്ങ പീസ് തുടങ്ങണം. മാങ്ങ സീഡ് ആയിരിക്കും. കണ്ട. അപ്പോൾ ഗൈസ് അവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഓഫ് ചെയ്തു. ഞാൻ അവിടെ മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കറങ്ങി ഇതുണ്ട് നമ്മുടെ ചെടിയാണ് കേട്ടോ. ഗൈസ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ മാങ്ങ. ഗൈസ് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജാറിലോട്ട് മാങ്ങ കുനുകുനാന്ന് അരിഞ്ഞോടണം. പീസ് ലിറ്റിൽ പീസായിട്ട് അരിഞ്ഞോടണം. കണ്ടോ ഇങ്ങനെ ഈ ഉള്ള എല്ലാ മാങ്ങ ഇവിടെ വയ്ക്കണം. കണ്ടോ ഇങ്ങനെ ചെറിയ കുട്ടി പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. കൊച്ചു പീസായിട്ട് അരിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. കണ്ടോ ഗൈസ് ഇവിടെ ഇതിൽ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇന്നുള്ളത് അടച്ചു. ഇവിടെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഇത് ഇരിപ്പുണ്ട്. ഗൈസ് നമ്മളൊരു തെറ്റിയത് ഇങ്ങനെ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചാരയും ഷുഗറും പാലും മിൽക്കും കൂടെ ആയിട്ടാണ് ഒഴിക്കണം. എന്നിട്ട് അരച്ചെടുക്കാം. ഫസ്റ്റ് ഇടാത്തെന്ന് വെച്ചാൽ ഇത് ഫുൾ നമുക്ക് കളഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. അതുകൊണ്ട് പെയ്യിട്ട് അരച്ചെടുക്കാം. ഗൈസ് അടുത്ത മാങ്ങാത്തതാണ്. ഇത് നമ്മൾ ടോപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ അകത്ത് കുറച്ച് സീഡ്സ് ബദാം ഇടാം. നമുക്ക് വേണമെങ്കിൽ ബദാം ഇടാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. നമുക്ക് ഇതിന്റെ പുറത്ത് ലാസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ മിൽക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചാര ഇട്ടിട്ടുണ്ട്, ഷുഗർ. നമ്മൾ പാലല്ലേ ഇത് പാൽ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എത്ര വേണം? കുറച്ച് പാൽ ഒഴിക്കാം. ഇതിനെ അരച്ചെടുക്കാൻ പോകും.
നമുക്ക് ചെറിയ മിക്സ് ആയതുകൊണ്ട് കുറച്ച് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത് പറഞ്ഞാൽ ചെറിയ മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫുൾ അരച്ചെടുക്കും. നമ്മൾ ഈ അരച്ചെടുത്ത് നമ്മൾ ഫുൾ ഇതിലിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മാങ്ങ നമുക്ക് കുഞ്ഞാ അരിഞ്ഞെടുക്കും. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ കണ്ട സോഫ്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തത് ടോപ്പിലിടാൻ വേണ്ടി കുഞ്ഞായിട്ട് അരിയാണ്. ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിയണം. നമുക്ക് ലാസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ നടക്കുന്ന പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വാട്ടറിൽ റിൻസ് ചെയ്യണം. ഗൈസ് ഫോൺ വിളിക്കണം. അപ്പം നമ്മൾ ഈ സാഗോ നമ്മളായിട്ട് നല്ല വാട്ടറിൽ 2 വട്ടം റിൻസ് ചെയ്യും. ഇങ്ങനെ കുഞ്ഞാന്ന് അനിയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ സാഗോ നന്നായിട്ട് 2 വട്ടം റിൻസ് ചെയ്തെടുക്കണം. 2 വട്ടം നല്ല ഈ വാട്ടർ ഡ്രെയിൻ ആവാൻ വേണ്ടി നന്നായിട്ട് ഇത് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അടുപ്പിലിരുന്ന് നമ്മൾ ആ സ്റ്റൗവിലിരുന്ന് നമ്മൾ ഈ ചവരിയെ നമ്മൾ ചൂടാക്കിയിട്ട് കുറച്ച് അടച്ചു വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. ഓക്കെ, അടുത്ത ഗായ്സ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ നമ്മളെ ഈ സാഗോനെ വൃത്തി നമ്മൾ അരച്ചു മാങ്ങയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഗൈസ് നല്ല പഴുത്ത വാങ്ങിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കടിച്ച് കണ്ട ഒരു ഹാർട്ട് ഷേപ്പിലുണ്ടോ, നമ്മൾ കടിച്ച് ചെയ്യാൻ കണ്ട ഇനി 2 ഇരിപ്പുണ്ട്. അതും കൂടെ കഴിച്ചു തരാം. മാംഗോ കണ്ട നല്ല ടേസ്റ്റ്. നിങ്ങളുടെ വീട്ടില് നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഗായ്സ്, ഞാൻ പറഞ്ഞില്ല ഡോഗിനെ കാണിച്ചു തരാം. ഡോഗ് ഇങ്ങനെ ജിമ്മിക്കിട്ടോ പോണു ഗായ്സ്. അപ്പം നമ്മൾ സാഗോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സാഗോ നോക്കാം. ഏതും 2 ഫ്രണ്ടിൽ നിന്നാണ് ഇങ്ങനെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. മാംഗോസ്, ഫുൾ ഓഫ് മാംഗോസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഗൈസ് നമ്മൾ സാഗോ ആണ് കേട്ടോ ഇത്. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാ ഗ്ലാസ്സും കൂടെ വയ്ക്കട്ടെ അമ്മ കേട്ടോ. ഗൈസ് നമ്മളെല്ലാത്തിനും വെച്ചിട്ടാണ്. നല്ല തണുപ്പാണ് കേട്ടോ. തണുത്തോട് കുടിക്കും എന്തോ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടെ ഇട്ട് ഒഴിക്കാം. നമ്മൾ സാഗോ ആണ് കേട്ടോ ഇത്. സാഗോ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് മാംഗോ. ഗൈസ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ്, മിൽക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ തിളക്കത്തിൽ പാലിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിന് വെറുതെ കുറച്ച് പാൽ മതി. അപ്പോൾ എല്ലാത്തിനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാംഗോ സാഗാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇനി എല്ലാം കൂടെ 1 രൂപയും കൂടെ ചുമ്മാ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ ഗായ്സ്, ദിസ് ഈസ് അവർ മാംഗോസ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് കട്ട് മാംഗോസ് ഉണ്ടാകും. ഗായ്സ് നമ്മൾ മാംഗോ ആണ് ഇച്ചിരി ഇടാം എല്ലാത്തിലും കേട്ടോ. നിങ്ങൾ കണ്ടോ മാംഗോ ആണ് കേട്ടോ ഇത്. കുറച്ച് മാങ്ങാണ് നമ്മൾ ഇടണ്ടേ. എല്ലാം മാംഗോ ഇട്ടാളൊക്കെ ഇതിലും കുറച്ചിട്ടോ. അതിലും കുറച്ചിട്ടോ. ഓക്കെ, അതില്ല കുറച്ചിട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ദിസ് ഈസ് ഓർ ഇത് മാംഗോ സാഗോ. ഇത് അമ്മൂമ്മയ്ക്ക്, ഇത് തങ്കമ്മയ്ക്ക്, അമ്മൂമ്മയ്ക്ക്, ഇത് എല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മസ്റ്റ് ട്രൈ നമുക്ക് നോക്കാം, കഴിച്ച് നോക്കാം. പക്ഷേ നമുക്കിനി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കേട്ടോ, നട്ട്സ് കയ്യിൽ കിട്ടുന്ന എല്ലാം ഇട്ടാണ് കേട്ടോ. നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഞാൻ അരിഞ്ഞിട്ട് ഇടാം. നമുക്ക് ചുമ്മാ ഇങ്ങനെയാണ് ഇട്ടിങ്ങനെ ഇടുന്നതിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, ദിസ് ഈസ് കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ ഇതാവണം, നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് എല്ലാത്തും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ചും കൊണ്ടാണ്. ഓക്കെ മതി ഗായ്സ്, നമുക്ക് ഇനി എല്ലാവർക്കും കൊടുക്കാം. അയ്യോ ഗായ്സ്, അപ്പം നമുക്ക് കൊണ്ട് സമ്മൺ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ നോക്കാം, നല്ല ടേസ്റ്റ് ആവാണ്. നമുക്കിനി ഇത് അമ്മൂമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാം.
മമ്മി ബാ. അപ്പം മമ്മി വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അമ്മ കിടക്കാൻ കേട്ടോ. മുമ്പാണ് കേട്ടോ നമ്മൾ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇട്ടത്. ഗൈസ് നമ്മൾ ലൈറ്റ് അണച്ചിട്ടുണ്ട്. അമ്മ ഇച്ചിരി കഴിച്ചോളൂ, നാളെ കഴിക്കാന്നാണ്. പുള്ളി കഴിച്ചു കിടക്കാണ്. നാളെ ഗുരുവായൂരല്ലേ പോണേ? നാളെ അമ്മമ്മ ഗുരുവായൂർ പോകുന്നുണ്ട്. 2 പേരെ കപ്പും കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ സ്പൂൺ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിനി തങ്കമ്മയ്ക്കും അച്ഛൻ വന്നില്ല. നമുക്ക് തങ്കമ്മയ്ക്കും ആർക്ക് തങ്കമ്മയ്ക്ക് ഇവർക്കെല്ലാം കൊടുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തങ്കമ്മ കൊടുക്കാം. ബാ നിങ്ങൾ തങ്കമ്മ കൊടുക്കട്ടെ. തങ്കമ്മ കൊടുക്കും ഗൈസ്. ദിസ് ഇസ് ഫോർ തങ്കമ്മ. നല്ല കൊള്ളാം കേട്ടോ. കാര്യം സാധനം കാണത്തെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഗൈസ്. ദിസ് ഇസ് അവർ സാധനം കൊടുക്കാം. ബാ ഗൈസ്, ദിസ് ഇസ് അവർ തിങ്. നിങ്ങൾക്ക് ഇത് ഏത് മസ്റ്റ് എന്നാണ് തോന്നുന്നത്. എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. ഇനി തങ്കമ്മയും കൂടെ കഴിച്ചിട്ട് നമുക്കും കൂടെ കഴിച്ച് നോക്കാം. ഓക്കെ ബാ ഗൈസ്. തങ്കമ്മ ഈ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്കമ്മയ്ക്ക് രാത്രിയായിട്ട് കഞ്ഞിയും എന്താ തോരല്ലേ, അതുകൂടെ നമുക്ക് കഴിക്കാം. തങ്കമ്മ കഴിക്കാൻ പോകണം കേട്ടോ. എങ്ങനെയാണ് പറയണേ? അങ്ങനെ മിക്സ് ചെയ്യല്ലേ, എന്നാൽ ഇതും കൂടെ വെച്ചോ. ഇനി അങ്ങനെ എടുക്കഴി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് കേട്ടോ. ഓക്കെ നമുക്ക് കഴിക്കാം. ഗായ്സ് നമ്മൾ ഫ്രൂട്ട്സിന് അവിടെ ഇരിക്കും. ഗായ്സ് നമ്മളത് ആ ജ്യൂസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. താമര ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാം. ഗായ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്നെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഡൗട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതാണ് സാധനം. ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇതുണ്ടോ? ഇല്ല, കട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഗൈസ്, അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ഐറ്റമാണ്. നാളെ നമുക്ക് ചൂടത്ത് നല്ലതായിരിക്കും പിടിച്ചു ചെയ്യണം. അപ്പോൾ ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പുതിയ ബൈ.